പ്രിയ സൗരസന്മാരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയില് അവിടുത്തെ വചനം പഠിപ്പാനായിട്ട് ഒന്നിച്ച് ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മ വരികയാണ്. സാധുക്യൊരു ചോദ്യമായിട്ട് വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളും ദൈവശക്തിയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഈ തിരുവെഴുത്തുകളെ അറിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയത്തിന്റെ പോരാട്ടത്തിൽ നമ്മളെ നിലനിർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തിന്റെ വചനമാണ്. മിക്കവാറും ദൈവം തന്റെ വചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കാറുള്ളത്. അപ്പൊ ആ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അജ്ഞത ആത്മീയമായിട്ട് വളരുന്നതിന് നമുക്ക് തടസ്സമായി തീരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ദൈവവചന പഠനത്തിനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പം നമ്മൾ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തില് അവിടെ കർത്താവ് പറയുന്ന പഴയ നിയമം യെശയ്യാപ്രവചനത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 13-ന്റെ 14-ാം വാക്യം, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കില്ലതാനും കണ്ണാൽ കാണും ദർശിക്കില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. എന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയത്തിന്റെ വഴികളിൽ നമുക്ക് പറ്റുന്ന ഒരു അപകടം, നാം ഈ ദൈവവചനത്തെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെ നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഹൃദയം കൊണ്ട് ഗ്രഹിക്കണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് ഈ കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരണം. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. തുടർന്ന് അവിടെ പറയുന്ന ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടത്തുള്ളൂ. ബുദ്ധി കൊണ്ട് ഈ വചനം ഗ്രഹിക്കുന്നിടത്ത് നമ്മളൊരു മാനസാന്തരത്തിലേക്ക് നടത്തത്തില്ല, നമ്മളൊരു പരീക്ഷത്തിന്റെ തലത്തിലേക്ക് പോകും. അതെനിക്കുള്ളൊരു വചനമാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ മറ്റുള്ളവർക്കാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് 13-ന്റെ 23 കർത്താവ് ഇങ്ങനെ പറയുന്നു, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകും. ആ ഗ്രഹിക്കുന്നത് എപ്പോഴും ഹൃദയം കൊണ്ടാണ്. നമ്മുടെ പുറമേയുള്ള കണ്ണും ചെവിയും നമ്മുടെ ബുദ്ധിയെല്ലാം അവിടെ അഫലമായിരിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിപ്പാടിലൂടെ ഈ സത്യങ്ങളെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് നമ്മളെ നടത്തുന്നു. അതിന്റെ അനന്തരഫലമായിട്ടാണ് നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനം തിരിയും, മാനസാന്തരപ്പെട്ട് തിരിയും. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കും മുന്നോട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ കിടക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആത്മാവിന് നമ്മളെ നടത്താൻ പറ്റത്തില്ല. കാരണം നമ്മളത് ബുദ്ധി കൊണ്ട് വിവേചിക്കാൻ ശ്രമിക്കും. 1 കൊരിന്ത്യയിലെ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയില്ല, സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ദൈവനുമായിട്ട് കടന്നു വരുമ്പോൾ നമുക്കൊരു നിലവിളിയുടെ ആവശ്യമുണ്ട്. കർത്താവേ, ദൈവനത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു ഭോഷനാണ്. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ വചനം എൻ്റെ ഹൃദയങ്ങളിൽ ഒരു വെളിപ്പാടായി തന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണം എന്നുള്ളൊരു നിലവിളിയുടെ ആവശ്യം നമുക്കുണ്ട്. നമ്മൾ റോമാലേഖനം പഠിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. എൻ്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. 2 വാക്യങ്ങളാണത്. 1-ാമത്തെ വാക്യത്തിൽ ദൈവം തന്റെ പുത്രനും. പലപ്പോഴും ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം
ഒരു കീറാമുട്ടിയായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് തൃത്വം എന്ന് പറയുന്നത്. നമ്മൾ ആ കാര്യം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പോയാൽ നമുക്കിത് ഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ ദൈവീക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എബ്രായലേഖനം 15 നമ്മൾ വായിക്കുന്ന 6-ാം വാക്യം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ ഈ ദൈവീക കാര്യങ്ങൾ, തൃത്വം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒത്തിരി കുഴക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നാണ് എന്നാൽ ഒന്നാണ് എന്നുള്ള ഒരു ടീച്ചിങ് പലപ്പോഴും ഈ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിച്ച് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ആരംഭിക്കും ദൈവം തൻ്റെ പുത്രൻ, ഇപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിൽ ദൈവം ഇടപെടുമ്പോൾ അത് മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ദൈവിക ഇടപാടിനോടുള്ള ബന്ധത്തിലാണ് ഈ പുത്രൻ എന്നുള്ള ഒരു തലം വരുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ള തലത്തിൽ തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് അതാ പറയുന്നത്, ദൈവം ആത്മാവാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കും, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പം നമ്മുടെ ഒരു രൂപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ ആ നിലയിലാണ് ചിന്തയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ദൈവീക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ കുറഞ്ഞ തലങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് എബ്രായർ 15 നമ്മൾ വായിക്കുന്നത്, നമ്മൾ ദൈവത്തെ അറിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസവും ഹൃദയവും തമ്മിൽ ബന്ധപ്പെട്ട, ഹൃദയം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനം തിരിയുകയും ചെയ്യുന്നത്. പിന്നീട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഒത്തിരി ചിന്തിക്കാറുണ്ടായിരുന്നു, തൃത്വം. പിന്നീടാണ് എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം കിട്ടിയത്. ആ ബോധ്യം എനിക്ക് ലഭിച്ചതോടുകൂടി എൻ്റെ സംശയം തീർന്നു. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പായി. അതിന്റെ കാരണം, പലപ്പോഴും ഈ ബുദ്ധി കൊണ്ട് ദൈവത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നിടത്ത് നമുക്കൊരിക്കലും ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അതിനൊരു പരിധിയുണ്ട്. നമ്മൾ റോമാലേഖനത്തിൽ തുടർന്ന് പഠിക്കുമ്പോൾ ആ ഭാഗം വരുന്നുണ്ട്. അപ്പം ഇവിടെ ദൈവം തൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ മനുഷ്യനോടുള്ള ഇടപെടലിനോടുള്ള ബന്ധത്തിലാണ് ഈ പുത്രൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ആശയം വരുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം ആത്മാവാകുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ തിരിച്ച് ബുദ്ധിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. മനുഷ്യനെ ദൈവം ആത്മാവ്, ദേഹി, ദേഹം എന്ന് 3 തലങ്ങളിലാണ് സൃഷ്ടിച്ചേക്കെന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടെത്താനായിട്ട് ഇച്ചിരി വിഷമമുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് അന്വേഷിക്കും. പക്ഷെ നമ്മൾ ഈ വഴി നടക്കുമ്പോൾ, നമ്മൾ മുമ്പോട്ട് പോകും തോറും ഇതൊരു കീറാമുട്ടി അല്ലാതായിത്തീരും. നമുക്ക് നമ്മളിൽ തന്നെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാനും ഗ്രഹിക്കാനും കഴിയും. അത് നമ്മളെ ഒത്തിരി സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഞാനത് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് പറയുന്നത് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തില് അതിന്റെ 9 വാക്യങ്ങളില് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. നമ്മുടെ ആദ്യം 9-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക. അതിനകത്ത് ഒത്തിരി ആഴമേറിയ അർത്ഥങ്ങളുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ യേശുവിനെ കർത്താവായിട്ട് നമ്മൾ വിശദീകരിക്കാറില്ല. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കർത്തൃത്വത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറില്ല. നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയാറുണ്ട്. പക്ഷേ യേശു, നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ എഴുതി വെക്കാറുണ്ടല്ലോ, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. നമ്മളതൊരു രസത്തിന് എഴുതി വെക്കുന്നല്ലോ എഴുതി വെക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ക്രിസ്തുവാണ് ഈ വീട്ടിലുള്ളവരെ നയിക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പലപ്പോഴും നമ്മൾ സ്വയമായിട്ട് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു നമ്മളെ നയിക്കുന്നില്ല.
അപ്പം ക്രിസ്തുവിൻ കർത്താവ് എന്നുള്ള നിലയിൽ, നമ്മുടെ കർത്താവ് എന്നുള്ള നിലയിൽ യേശുവിനെ സ്വീകരിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം അടിസ്ഥാനപരമായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് തുടങ്ങുന്നത്. ഈ വിവാഹത്തിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഒരു ഭാര്യ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു, നിങ്ങളെ അനുസരിച്ചും ബഹുമാനിച്ചും കീഴടങ്ങിയൊക്കെ ഇരുന്നോളാമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുടമ്പടിയാണ്. പക്ഷേ തുടർന്ന് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ ഉടമ്പടി പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഭാര്യയും ഭർത്താവും. അപ്പൊ ആ ഭാര്യ ആ ഉടമ്പടി പാലിക്കുന്നിടത്താണ് അവളുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്. ആ ഉടമ്പടി പാലിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എല്ലാ സാഹചര്യങ്ങളിലും സ്വന്തം ഇഷ്ടത്തിന് മരിക്കുകയും ദൈവേഷ്ടത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം. അപ്പം ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ തലയായിട്ട് സ്വീകരിക്കുന്ന അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, അത് ലളിതമായിട്ട് പറഞ്ഞാൽ, ഇന്നു മുതൽ ഞാൻ സ്വയമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളാൽ നടത്തപ്പെടാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്നാ അതിൻ്റെ അർത്ഥം. പക്ഷെ പ്രായോഗിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനല്ല. അല്ലെ, രണ്ടുപേരെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് പിന്നെ തുടർന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ നമ്മൾ കർത്താവ് എന്നുള്ള നിലയിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അത് സത്യസന്ധരായിട്ടാണെങ്കിൽ, നമ്മുടെ ജീവിതം അടിമുടി രൂപാന്തരപ്പെടാനായിട്ട് തുടങ്ങും. പക്ഷെ പലപ്പോഴും ആ യേശുവിന്റെ കർത്തൃത്വത്തിന് നമ്മൾ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാറില്ല. അതിന്റെ ലളിതമായി പറഞ്ഞാൽ, യേശുവിന്റെ കർത്തൃത്വത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവജനം ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഭാര്യ അനുസരിക്കുന്നിടത്താണ് ഭർത്താവായിട്ട് സ്വീകരിച്ചു എന്നുള്ള സത്യം യാഥാർത്ഥ്യമായി തീരുന്ന പോലെ തന്നെ നമ്മുടെയും ക്രിസ്തു ജീവിതത്തിൽ ഞാനിനി സ്വയമായിട്ട് നടക്കുന്നില്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല, എൻ്റെ ചിന്തകൾക്ക് വിധേയപ്പെടുന്നില്ല, കർത്താവെ നീ എന്ത് പറയുന്നോ അല്ലെ എന്നിലൂടെ എന്ത് ചിന്തിക്കുന്നോ അതിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നുള്ള ഒരു സമർപ്പണം അവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പൊ നമ്മളെ തന്നെ ശോധനയാണ് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഈ ഒരു സത്യത്തിലേക്ക് നമുക്ക് നടത്തപ്പെടാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. തുടർന്ന് 2-ാം വാക്യത്തിലേക്ക് വരുമ്പം, ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി. നമുക്കറിയാം, ഉൽപ്പത്തി തന്നെ ഈ ഒരു വാഗ്ദത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം സർപ്പത്തോട് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആദ്യത്തെ ദൈവിക സന്ദേശം നമുക്ക് അവിടെ കേൾക്കാൻ കഴിയുന്നത്. തുടർന്ന് മുമ്പോട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം അവിടെ എല്ലാം ഈ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തന്നെ കുറിച്ചുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിരിക്കും നമുക്ക് കാണാൻ കഴിയും. അപ്പം കർത്താവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ച്, ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ച സുവിശേഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നത്. പക്ഷെ ഈ ആത്മീയ വഴിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പം ഈ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, യേശുക്രിസ്തുവാണ് സുവിശേഷം. ആ ഒരു സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്താനിടയായി തീർന്നു. അതോടുകൂടി എൻ്റെ കാഴ്ചപ്പാടുകളിലെല്ലാം വളരെ വ്യത്യാസം വന്നു. തീമോഥെയോസിന് അപ്പോസ്തലൻ പൗലോസ് എഴുതുമ്പം ഈ ഒരു കാര്യം തുറന്നെഴുതുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാ എൻ്റെ സുവിശേഷം. ഒരു വ്യക്തിയാണ്. ഈ സുവിശേഷം കൊണ്ട് എന്താണ് ദൈവം വെളിപ്പെടുത്തിയെന്നുള്ളതിനെ കുറിച്ച് തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും മാത്രമാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, സുവിശേഷം കൊണ്ട് 2 കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ്. ഒന്ന് ജീവൻ,
അല്ലെ നിത്യജീവനും അക്ഷയതയും രണ്ടുപേരെ ഒരേ അർത്ഥം വരുന്നത്. അക്ഷയത, ക്ഷയമില്ലാത്തൊരവസ്ഥ. പാപനിമിത്തം ക്ഷയത്തിന് വിധേയപ്പെട്ട മനുഷ്യനെ അക്ഷയതയിലേക്ക്, ക്ഷയമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമർ 1:16 അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അപ്പോസ്തലൻ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്റെ കാരണം പറയുന്നത്, വിശ്വസിക്കുന്ന ഏവർക്കും, അത് യഹൂദനും യവനനും രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. നമ്മളെ ഈ മരണത്തിന്റെ, പാപത്തിന്റെ, ദ്രവത്വത്തിന്റെ തലത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്കും അമർത്യതയിലേക്കും നയിക്കുന്ന ഒന്നാണ് ഈ സുവിശേഷം. ഇതാദ്യം നമ്മൾ അനുഭവിക്കുന്ന ഈ സുവിശേഷം. സഹോദരന്മാരെ, നമുക്ക് ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ അമർത്യമായൊരു പ്രക്രിയ, മരണത്തിന് അധീനമായ തലത്തിൽ നമ്മളെ ജീവനിലേക്ക് നമ്മളെ നടത്തിയിട്ടുണ്ടോ? അല്ലെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നടത്തിയിട്ടുണ്ടോ? നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ ഉറവ ശമിക്കുകയും ആ സ്ഥാനത്ത് ആ നിത്യജീവന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ദൈവിക സ്വഭാവത്തിന്റെ ഒരു ഉറവ, ക്ഷമയുടെ, കരുണയുടെ, വിശ്വാസത്തിന്റെ, സഹിഷ്ണുതയുടെ, വിശുദ്ധിയുടെ ഒരു ഉറവകൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സുവിശേഷം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ടാവാം. നമ്മുടെ ആന്തരിക മനോഭാവങ്ങളിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാകാം. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവണം. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം മാറിയിട്ടുണ്ടോ എന്ന് കാണിക്കുന്ന ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടല്ലേ, പ്രാഥമികമായിട്ട് നമ്മൾ ഉള്ളിൽ ഉളവാക്കുന്ന ഒരു കാര്യം പാപത്തോടുള്ള വെറുപ്പാണ്. പാപത്തോടെന്ന് പറയുമ്പം നമ്മൾ പലരും പല രീതിയിലാണ് പാപം എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ കോപത്തോടുള്ള ബന്ധത്തിൽ, ദുർമോഹത്തോടുള്ള ബന്ധത്തിൽ, മത്സരത്തോടും ശാഠ്യത്തോടും ഉള്ള ബന്ധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യതിയാനം വന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ഭക്തിയുടെ വേഷമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലം മുന്നോട്ട് പോകും തോറും പാപത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അല്ലെ, ഒരു നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ, എന്റെയൊക്കെ കാലഘട്ടത്തിൽ മുതിർന്നവരോടുള്ള ബന്ധത്തിൽ ബഹുമാനവും ആദരവും കാണിക്കണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. പ്രായം ഒരാൾ വരുന്ന ഉടനെ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണമായിരുന്നു. ആ ഭർത്താവ് വരുന്നുണ്ടെ ഭാര്യമാർ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കുമായിരുന്നു. അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സഭയിലുള്ളവർ വരുമ്പം വീട്ടിലുള്ള എല്ലാവരും, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരൊക്കെ എഴുന്നേറ്റിട്ടായിരുന്നു അവരെ സ്വീകരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ആ ഒരു തലമുറയില് ദൈവിക മൂല്യങ്ങൾ കുറേയേറെ വിലപ്പെട്ടതായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥ സുവിശേഷം ഈ ദൈവിക മൂല്യങ്ങളെ നമ്മളിൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്, നമ്മളെ ദൈവിക മൂല്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒന്നാണ്. പാപനിമിത്തം നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക മൂല്യങ്ങളെ ഈ സുവിശേഷത്തിന്റെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവരും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ? അതുപോലെ ഈ സുവിശേഷം പ്രാഥമികമായിട്ട് ചെയ്യുന്നൊരു കാര്യം, സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നമ്മളെ ദൈവസ്നേഹമാണോ പാപമാണോ നമ്മളെ ഇന്ന് നിർബന്ധിക്കുന്നത്? നമ്മളേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാപത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുന്നുണ്ട്. യഥാർത്ഥ വീണ്ടും ജന്മം വന്ന ഒരു വ്യക്തി, അവൻ പോരാട്ടം തുടങ്ങുന്നത് പാപത്തോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ അളവിൽ പാപബോധം കൊടുക്കും. കർത്താവും അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിച്ച
ഒരു കാര്യം ഇതായിരുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമ്മൾ ഏതളവിൽ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പൊ ഇവിടെ അപ്പോസ്തലൻ എഴുതുമ്പം റോമയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർ മൂന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ ഏവർക്കും എഴുതുന്നത്. അപ്പൊ റോമയിലെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. പക്ഷെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെ നമുക്കൊരു സത്യം കാണാനായിട്ട് കഴിയും. ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. പക്ഷെ അവരോട് പറയുന്നു, ഞാൻ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനിക്കപ്പെട്ട ആള് വീണ്ടും ജനിച്ചത് കൊണ്ട് ഈ സുവിശേഷത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. അതിന്റെ കാരണം, ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വീണ്ടെടുപ്പ് 3 തരത്തിലുള്ളതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആത്മാവിലുള്ള വീണ്ടെടുപ്പ്, ദേഹിയുള്ള വീണ്ടെടുപ്പ്, ശരീരത്തിലുള്ള വീണ്ടെടുപ്പ്. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ആത്മാവുള്ള വീണ്ടെടുപ്പ് നടന്നു. അവിടെയാണ് ഈ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമായി തീരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയരും വിശുദ്ധന്മാരുമായി തീരുന്നു. ആ വിശുദ്ധി എന്ന് പറയുന്നത്, നമുക്കറിയാം, വീണ്ടും ജനിക്കുന്ന ഒരാളോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ച് നീതിയുടെ ഒരു വെള്ള വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നതാണ്. അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണ്. പക്ഷെ ഈ 2-ാമത്തെ ഘട്ടത്തെക്കുറിച്ച്, ദേഹിയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ആ ഒരു തലത്തിൽ ഉള്ളൊരു അറിവ് ഈ കാലഘട്ടത്തിൽ ഇല്ല. ഇപ്പം കോരിന്ത്യയിലുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ വീണ്ടും അവരോട് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും വീണ്ടും ജനിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് വ്യത്യാസം വരുന്നില്ലെങ്കിൽ, നമ്മൾ പാപത്തിൽ അല്ല ജഡത്തെ അനുസരിച്ച് നടക്കുന്നത് തുടരുന്നെങ്കിൽ, ആ മുന്നറിയിപ്പ് നമുക്കുള്ളതാണ്. ഇങ്ങനെ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയത്. ആരോടാ പറയുന്നേ? ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ദൈവത്തിന്റെ കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരോടാ പറയുന്നത്. പലപ്പോഴും ഈ ഒരു തലത്തിലാണ് സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത്. യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ആ സുവിശേഷത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പം തീമോഥെയോസിന്റെ ലേഖനത്തില്, അല്ല 1 കൊരിന്ത്യർ ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 4:4, സോറി 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 4:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആ സുവിശേഷത്തെ കൂടെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തേജസ്സുള്ള സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത, അതിനൊരു തേജസ് ഉണ്ട്. നമ്മളെ ഒരു തേജസ്സിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഈ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. തീമോഥെയോസിന് എഴുതുമ്പോഴും അപ്പോസ്തലന് ഇങ്ങനെ എഴുതിയിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 2 തീമോഥെയോസിലെ 10-ാം വാക്യം 2:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. അപ്പൊ ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി. ഈ രക്ഷയ്ക്കൊരു തേജസ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ യഥാർത്ഥ സുവിശേഷം നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ പ്രായോഗിക അർത്ഥം പറഞ്ഞാൽ ആദാമ്യ സ്വരൂപത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലോട്ട് പടിപടിയായിട്ട് നമ്മളെ നയിക്കുന്ന ഒന്നാണ് യഥാർത്ഥ സുവിശേഷം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സുവിശേഷമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം
നമ്മുടെ ഇവിടെ ചർച്ചിലുള്ള ഒരു ഫാമിലി ഞാൻ വേറോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു, സഹോദര കുടുംബീയത്തോടുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, സിസ്റ്ററോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നോടുള്ള മനോഭാവത്തിലും ഇടപാടുകളിലും സംസാരത്തിലും ഒക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ യഥാർത്ഥ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ദിനംപ്രതി ഒരു പുതുക്കവും രൂപാന്തരവും നൽകുന്നതാണ്. നമ്മളെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനോഭാവങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും എല്ലാം ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും ഈ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും ഈ സത്യം മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ള ഒരു തള്ളല് വരുന്ന കാണാൻ കഴിയും. കാരണം നമ്മളെ പല ബന്ധനങ്ങളിൽ നിന്ന് ഈ സുവിശേഷം വിടുവിക്കുന്നതാണ്. കയ്പിന്റെ, പകയുടെ, പ്രതികാരത്തിന്റെ ചിന്തകളിൽ നിന്നും അതിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ബന്ധനത്തിൽ കഴിയുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരോട് ഈ കാര്യം പങ്കുവെക്കാനുള്ള ഒരു തള്ളല് വരാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ അനുഭവിക്കുന്ന സന്തോഷം നമുക്ക് അടക്കി വെക്കാൻ കഴിയുന്ന ഒന്നല്ല. യഥാർത്ഥ സുവിശേഷത്തിന്റെ കേൾവി നമ്മളിൽ അങ്ങനത്തെ ഒരു വ്യതിയാനം വരും. ഇപ്പം നമ്മളോടിപ്പം പലപ്പോഴും പല സഭകളിലും ഇങ്ങനെ നിർബന്ധം പറയും, നിങ്ങൾ മറ്റുള്ളവർ സുവിശേഷം പറയണം അല്ലെ. നമ്മളൊക്കെ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുമ്പം നമുക്ക് കാണാൻ കഴിയും, ഒരു സ്തോത്രം പറയാന്നും പറഞ്ഞ് പറയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാ. പക്ഷെ യഥാർത്ഥ സുവിശേഷം നമ്മൾ ഗ്രഹിക്കുകയും നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം വരികയും ചെയ്യുമ്പം ഇത് പറയാനായിട്ട് നമ്മളോട് ആരും പറയണ്ട, നമുക്ക് അടക്കി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ബന്ധനത്തിൽ, നിരാശയിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരോട് ഇത് പങ്കുവെക്കാനുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ തള്ളൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം കുടുംബജീവിതങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഐക്യതയൊക്കെ വർദ്ധിക്കുമ്പോൾ അതില്ലാത്തൊരു ഭവനത്തിൽ നമ്മൾ ചെന്ന് അവിടുത്തെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പം നമ്മുടെ ഉള്ളിലൊരു തള്ളല് വരും, അവരോട് ഈ സത്യം ഒന്ന് പങ്കുവെക്കാൻ. നിങ്ങൾ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല, അസമാധാനത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, ഈ പോരാട്ടത്തിന്റെ ആവശ്യമില്ല. ഈ കർത്താവ് വന്നത് ഇതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ട് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണെന്നുള്ള ആ സത്യം പറയാനുള്ള ഒരു തള്ളൽ നമ്മുടെ ഉള്ളിൽ വരും. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം നമുക്ക് അങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്നവരോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു തള്ളൽ തരും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം കർത്താവിനെ അറിഞ്ഞ് ഈ സുവിശേഷം അറിഞ്ഞതിന് ശേഷം, നമുക്കറിയാം അപ്പോസ്തലന്റെ ജീവിതം ഒരു ഭയങ്കര ഓട്ടമായിരുന്നു, നിലയ്ക്കാത്ത ഒരു ഓട്ടത്തിലായിരുന്നു. ലസാഗ്ര ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഈ ഓട്ടത്തിനിടയ്ക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ കർത്താവ് ചെയ്തതിന്റെ ഉദ്ദേശം ഇതെല്ലാം ഒന്ന് എഴുതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഈ ഓട്ടത്തിനിടയ്ക്ക് പറ്റത്തില്ല. അപ്പം കുറച്ചുനാള് സ്വസ്ഥനായിട്ട് എവിടെയെങ്കിലും കിടന്നാലേ പറ്റത്തുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം കൊണ്ടുള്ള ഒരു വലിയ ഓട്ടത്തിലായിരുന്നു അപ്പോസ്തലൻ. അപ്പം ദൈവം തന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഒരിക്കലും ജയിലിൽ അടച്ച് അവിടെ വെച്ചിട്ടാണ് പല ലേഖനങ്ങളും താൻ എഴുതുന്നതിനിടയായി തീർന്നത്. നമുക്ക് കിട്ടിയ പല ലേഖനങ്ങളും അങ്ങനെ കിട്ടിയ. അതിന്റെ കാരണം എന്താ? അല്ലെങ്കിൽ താൻ ഈ ഓട്ടത്തിലായിരിക്കും, ഈ സത്യം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കുതിച്ചു പായലിലായിരുന്നിരിക്കാം. അപ്പം സൗരസ്വരന്മാരെ, ഈ യഥാർത്ഥ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങള് ഈ സുവിശേഷം കണ്ടാ വളരണ്ടേ, കേട്ടല്ല, കണ്ടാ വളരണ്ടേ. ഭാര്യ-ഭർതൃബന്ധത്തിൽ അല്ലെ, അപ്പനും അമ്മയും എന്നുള്ള നിലയിൽ തമ്മിലുള്ള ഐക്യതയും സ്നേഹവും ക്ഷമയും പെട്ടെന്ന് പൊറുക്കുന്ന കാര്യങ്ങളും ദോഷങ്ങൾ കണക്കിടാത്തതും ശരിക്കും നമ്മളിന്ന് കേൾക്കുന്നതിലുപരിയായിട്ട് നമ്മളിന്ന് സുവിശേഷം കാണേണ്ട ആവശ്യമുണ്ട്. പണ്ട് പൂനെയിലുണ്ടായിരുന്ന എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസനുണ്ട്. പുള്ളിക്ക് 2 ആൺപിള്ളേരാണ് ഉണ്ടായിരുന്നത്. അതിൽ പുള്ളി വളരെ വിശുദ്ധനായ ഒരു സഹോദരനായിരുന്നു. പക്ഷെ ഒരു മോൻ ഭയങ്കര മദ്യപാനിയായി തീർന്നു, ഭയങ്കര മദ്യപാനി. മിക്കവാറും നാട്ടുകാരൊക്കെ വിളിച്ച് പറയും, ദേ മോൻ ഇന്നടുത്ത് കിടപ്പുണ്ടെന്ന് പറയും. രാത്രിക്ക് പുള്ളി ചെന്ന് എടുത്തോണ്ടും വരും. ഛർദി കുളിച്ച് ഇങ്ങനെ നാറ്റം പിടിച്ച് കിടക്കുന്ന മോനെ പുള്ളി എടുത്തോണ്ടും വന്ന് വെള്ളമൊക്കെ ചൂടാക്കി കഴുകി തുടച്ച് വെള്ളയിലൊക്കെ കിടത്തിയിട്ട് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. കുറെ കാലത്തിന് ശേഷം ആ മോൻ രക്ഷിക്കപ്പെട്ടു. പുള്ളി പറഞ്ഞൊരു പ്രസ്താവനയാണ്, ഞാൻ സുവിശേഷം കേട്ടല്ല രക്ഷിക്കപ്പെട്ട്, സുവിശേഷം കണ്ടാണ്.
എൻ്റെ അപ്പനിലൂടെ ആ സുവിശേഷം ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം വിളിച്ചിരിക്കുമ്പം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ സുവിശേഷം കാണേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർക്കൊരു മാതൃകയായിട്ട് നമ്മൾ ഉയർന്നു നിൽക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് നമ്മളെ നോക്കി ഒരു മാതൃക പ്രാപിക്കത്തക്കവണ്ണം നമ്മളിൽ സമൂലമായൊരു പരിവർത്തനം നടത്തുന്ന ഒന്നാണ് ഈ സുവിശേഷം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപെടലുകൾ, സംസാരം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഈ സുവിശേഷം മാറ്റം വരുത്തുന്ന ഒന്നാണ്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഈ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ സഭാ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തി? എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയിട്ടുണ്ടോ? എനിക്ക് ബലഹീനത സഹിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഭാരങ്ങളെ വഹിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഞാൻ ഇന്നും ഈ സ്വാർത്ഥതയിലാണോ ജീവിക്കുന്നത്? നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ല, ഞാനും എനിക്കുള്ളവരും എന്നീ വിധം ചിന്ത വന്നെങ്കിൽ. അല്ലെ, നമുക്ക് അങ്ങനത്തെ ഒരു സങ്കുചിത തലത്തിലാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്? അതോ നമ്മുടെ ഹൃദയങ്ങളെ ഈ സുവിശേഷത്തിന് വിശാലമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. അപ്പൊ നമ്മൾ ഒന്നാമത് ഈ വചനം കേൾക്കുമ്പോൾ, ഈ സുവിശേഷം അല്ലെ ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട ഒരു വെല്ലുവിളി, കർത്താവെ, ഈ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം. ഞാൻ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നതിന് പകരം എന്നെ കാണുന്നവർ ആ സുവിശേഷം കാണാനായിട്ട് ഇടയായി തീരണം. കർത്താവ് അങ്ങനെ ആയിരുന്നു. നമുക്കറിയാം, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ വെളിച്ചമായിരുന്നു, വെളിച്ചുരുളി പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അന്ധകാരത്തിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, ഈ സുവിശേഷം നമ്മൾ ഉളവാക്കുന്ന ജീവനും അക്ഷയതയും, ക്ഷയമില്ലാത്ത ഒരു തലത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ആ ജീവനാണ് മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരുന്നത്. സുവിശേഷം കേൾക്കുന്നതിനപ്പുറത്ത് സുവിശേഷം കാണുന്നത്. അതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ രുചിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് കർത്താവിനെ കുറിച്ചാണ് പറയാം. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. നമ്മളുമായിട്ട് ഒരാൾ ഇടപെടുമ്പോൾ അവരുടെ ആത്മാവിൽ അവർ സുവിശേഷം രുചിച്ച്, അനുഭവിച്ച്, കണ്ട്, കേട്ട് അറിയാനായിട്ട് ഇടയായി തീരണം. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ സുവിശേഷം അങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന സുവിശേഷത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. പക്ഷെ പലപ്പോഴും ഈ സുവിശേഷം എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യത്തക്കവണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അന്ധതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് നിത്യ തേജസ്സോടുകൂടി കിട്ടേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നാം ഓരോരുത്തരും അന്ന് നിത്യതയിലായിരിക്കുമ്പോൾ പല തരത്തിലുള്ള ശോഭ നമുക്കുണ്ടാവും. ചിലർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കുന്നുണ്ട്. തുടർന്ന് അപ്പോസ്തലൻ കോരിന്ത്യർ പറയുന്നുണ്ട്, നക്ഷത്രവും തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? സാഗ്രർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞത്, കർത്താവേ, ഞാൻ ഇവിടുന്ന് മരിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ എന്തൊക്കെ അനുസരിക്കണം നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, എന്റെ വചനത്തിലുള്ള അതെല്ലാം അനുസരിക്കാൻ നീ എന്നെ സഹായിക്കണം. നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം അതാണ്. നമ്മൾ 12 അതാ പറഞ്ഞിരിക്കുന്ന, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തെ തിരിച്ചിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് അതാ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ യോഹന്നാൻ 15 പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഇനിയും ഫലം കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രക്രിയ നിരന്തരമായിട്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഏതളവിൽ അതിന് വിധേയപ്പെടുത്തി കൊടുക്കാറുണ്ട്? നമ്മുടെ ഹൃദയം വഴങ്ങുന്നതാണോ? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരെക്കുറിച്ച് പലയിടത്തും പറഞ്ഞിരിക്കുന്ന ഒരു വഴങ്ങാത്ത ഹൃദയമുള്ളവരായിരുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിന് വഴങ്ങുന്നതാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ സുവിശേഷം നമ്മൾ ആ ഒരു പ്രക്രിയ ചെയ്യുന്നു. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയ. ഒരു മലമേലിരിക്കുന്ന പട്ടണം പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഒന്നായിരിക്കുക. ആ പ്രകാശം എന്ന് പറയുമ്പം ദൈവിക സ്വഭാവത്തെ കുറിക്കുന്നതാണ്.
ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലൻ പൗലോസിന്റെ വിളിയോടുള്ള ബന്ധത്തിൽ കർത്താവ് പൗലോസിനോട് പറഞ്ഞൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ നിയോഗിച്ചയക്കുന്നത്, അവരുടെ കണ്ണ് തുറപ്പാൻ. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹിതം അതാണ്. നമ്മൾ സാത്താന്റെ അധികാരം എന്ന് പറയുമ്പം ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ജഡത്തിന്റെ അധികാരത്തിന് കീഴിലായിരിക്കും, നമ്മൾ സാത്താന്റെ അധികാരത്തിന് കീഴിലല്ല. ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ സാത്താനെ അനുസരിച്ച് സാത്താന്റെ അധികാരത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. എപ്പോഴൊക്കെ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു, അന്നേരമാണ് നമ്മൾ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലാകുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഈ ദേഹിതലത്തിലുള്ള ആ സ്വയജീവൻ എപ്പോഴും ദൈവിക ജീവൻ ഒരു തടസ്സമാണ്. നമ്മുടെ സ്വന്തം ബുദ്ധി ദൈവിക ജ്ഞാനത്തിനെതിരാണ് എപ്പോഴും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പം ദൈവവചനം കൊണ്ടാണ് നമ്മളെ നടത്തുന്നത്. മറ്റേ നമ്മൾ ദേഹിയുടെ തലത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ കുറെ ചിന്തിച്ച് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്, എനിക്കൊരു സഹോദരനെ അറിയാം, പുള്ളി പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ആരും വചനം പഠിപ്പിച്ച, ഞാൻ സ്വന്തം പഠിച്ചതാ. ആ സ്വന്തം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? സ്വന്തം ബുദ്ധി കൊണ്ട് വചനം, നല്ല ബുദ്ധിയുള്ള ഒരാൾ വചനം വായിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ അങ്ങനെ സ്വന്തം പഠിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആളുടെ സ്വഭാവം മാറത്തില്ല. പുറമേ ഒരു മാറ്റമൊക്കെ ഉണ്ടെങ്കിലും ആന്തരികമായിട്ട് മാറത്തില്ല. ശക്തിയേറിയ ഒരു പരീക്ഷ വരുമ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും. പക്ഷെ ദൈവാത്മാവ് ദൈവവചനത്തിന്റെ വെളിപ്പാടിലൂടെ നമ്മളെ നടത്തുമ്പം സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരവും ശുദ്ധീകരണവും നടക്കുക എന്നുള്ളതാണ്. കർത്താവ് അതുകൊണ്ടാണ് യോഹന്നാൻ 7 പറഞ്ഞത്, എന്നെ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വന്നിട്ട്, നമ്മുടെ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും വന്നിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഒരു രൂപാന്തരം സംഭവിച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ വചനം ഒത്തിരി അറിയാവുന്നവരെ നമുക്ക് തിരിച്ചറിയാം, അല്ലെ? സാഗ്രതർ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്, സാത്താന് ബൈബിള് മുഴുവൻ നന്നായിട്ട് അറിയാം, പക്ഷെ സാത്താന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. അല്ലെ? പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമുക്കത് കാണാൻ കഴിയും. നമുക്ക് വചനം ഒത്തിരി അറിയാം, പക്ഷെ നമ്മുടെ സ്വഭാവം മാറുന്നില്ല. ഇന്നും നമ്മള് നമ്മുടെ ഇവിടെയുള്ള സഹോദരൻ ഇങ്ങനെ പറയാറുണ്ട്, ആ സഹോദരനോട് എന്തെങ്കിലും പറഞ്ഞാണ് പുള്ളി കടിക്കാൻ വരുമെന്ന് പറയും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വളരെ പെട്ടെന്ന് പ്രകോപിതനായിട്ട് പ്രതികരിക്കും. നമ്മുടെ ഉള്ളിലുള്ളത് അതാ. പക്ഷെ അവിടെ ഒരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ കുടുംബീയത്തിലെല്ലാം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പം നമ്മളൊരു കുഞ്ഞാടിനെ പോലെ ആന്തരികമായിട്ടായി തീരാൻ തുടങ്ങും. നമ്മളങ്ങനെ അല്ല, ഒരു ചെന്നായുടെ സ്വഭാവമുള്ളവരാണ്. പക്ഷെ ദൈവത്തിന്റെ സുവിശേഷം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മളൊരു കുഞ്ഞാടാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ശാന്തതയുള്ള, സൗമ്യതയുള്ള, ദൈവഭയമുള്ള ഒരാന്തരിക തലത്തിലേക്ക് നമ്മളെ നടത്തുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ സാവകാശം ഈ ശാന്തതയുള്ളതാകും, സൗമ്യത ഉള്ളതായിട്ട് മാറുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ തിരിച്ച് അവർക്കൊക്കെ സാക്ഷ്യം പറയാൻ കഴിയും, ശരിയാ, നിങ്ങളുടെ ഒരു മാറ്റമുണ്ട്. അത് നമ്മളുണ്ടാക്കിയൊരു മാറ്റമല്ല, നാം ഏൽപ്പിച്ചു കൊടുത്തതിന് അനന്തരഫലമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഈ സുവിശേഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കുമ്പം ഈ കേൾവി യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ രൂപാന്തരത്തിലേക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കുറെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നതിനപ്പുറത്തായിട്ട്, നമുക്കറിയാം, പിള്ളേരെയൊക്കെ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ പണ്ട് 1 1 2 എന്നിങ്ങനെ പഠിപ്പിക്കും. ആ പിള്ളേരുടെ ഒരു പ്രത്യേകത, എവിടെ പോകുമ്പോഴും ഈ 1 1 2 പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കടലിലേക്ക് കിടക്കുമ്പോഴും എഴുന്നേറ്റ് നടക്കുമ്പോഴും എപ്പോഴും 1 1 2 1 1 2, അങ്ങനെ അവരത് തറവാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമകാലത്ത് ദൈവം ആവർത്തന പുസ്തകത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴും അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും എല്ലാം ഇതിനെക്കുറിച്ച് നീ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. അത് ആദ്യം നിന്റെ നെറ്റിമേൽ പട്ടമായിട്ട് കെട്ടണം, നീ നിന്റെ മക്കൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മളിത് അനുസരിക്കുന്നു. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, അതൊരു നമ്മുടെ ഒരു ആവേശമായിട്ട് തീരുന്നില്ല. ഈ ഒരു സുവിശേഷം നമ്മളെ ആവേശഭരിതരാക്കേണ്ട ഒരു കാര്യമാണ്. പാപത്തിന്റെ ഭാരം ചുമക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷത്തിന്റെ കേൾവി അവനെ ആവേശഭരിതനാക്കും. ഇപ്പം പാപം നമുക്ക് ഭാരമുള്ളൊരു കാര്യമായിട്ട് തീർന്നിട്ടുണ്ടോ? കർത്താവ്
മത്തായി സുവിശേഷം 5 പറയുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കും, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഒരു വിശപ്പും ദാഹവും നമുക്കറിയാതെ ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു വിശപ്പും ദാഹവും ഉണ്ടോ? അത് പഠിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ള ഒരു വിശപ്പും ദാഹവും. ഞാൻ കേൾക്കുന്ന വചനങ്ങളെല്ലാം കർത്താവ് എനിക്ക് അനുസരിക്കണം, എൻ്റെ കുടുംബജീവിതത്തിന് എനിക്കത് പ്രായോഗികമാക്കി തീർക്കണം, നിന്റെ ആത്മാവിനെല്ലാം നിറയ്ക്കണം. കർത്താവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ നമ്മളിലും ദൈവം അതേ ഒരു പ്രക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വചനം നമ്മളിലും ജഡമായി തീരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മളെ സ്പർശിച്ചറിയാൻ പറ്റും. ആ വചനം നമ്മൾ ജഡമായ അനുഭവം അവർക്ക് സ്പർശിച്ചറിയാനായിട്ട് പറ്റും. നമ്മളോട് സംസാരിക്കുമ്പം അവർക്കത് അനുഭവിക്കാൻ കഴിയും, നമ്മളായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ അവർക്കത് അനുഭവിക്കാൻ കഴിയും. അപ്പൊ ആ നിലയിലുള്ളൊരു പ്രവൃത്തി ചെയ്യണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര പേർക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഈ വചനത്തിന്റെ പഠനം ആരംഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇതൊരു ലക്ഷ്യമായിട്ട് വെക്കാം. കർത്താവെ, ഈ റോമാലേഖനം പഠിച്ച് തീരുമ്പോഴത്തേനും എൻ്റെ ഉള്ളിൽ വലിയൊരു രൂപാന്തരം സംഭവിക്കണം. ഞാൻ ഒരു പടി കൂടെ നിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടണം. എൻ്റെ വീട്ടിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഞാൻ ഇടപെടുന്ന എല്ലാവരും സ്പർശിക്കത്തക്ക ഒരു രൂപാന്തരത്തിലേക്ക് നീ എന്നെ നടത്തണം കർത്താവെ. ശരിക്കും വചനം അതാ ചെയ്യുന്നത്. അതാ തിമോഥെയോസിൽ ആ വചനം വായിച്ചത് 10-ാം വാക്യം 2-1:10 സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടെ സഹോദരന്മാരെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ദൈവത്തിന് മുമ്പിലായിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, അടിയങ്ങളെ വിളിക്കുകയും അവിടുത്തെ മക്കളും അവകാശികളാക്കി തീർക്കുകയും ചെയ്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അടിയങ്ങള് പാടുന്ന പോലെ മക്കളെന്നുള്ള നിലയിൽ അടിയങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ അടിയങ്ങളുടെ ഹൃദയങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരടിമകളായിരിക്കാനല്ലോ കർത്താവ് അടിയങ്ങളെ വിളിച്ചത്. ഒരിക്കലും അടിയങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണല്ലോ അടിയങ്ങളെ വിളിച്ചത്. കർത്താവ് ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപങ്ങളെ കുറിച്ചുള്ള ഒരു ദുഃഖവും നെടുവീർപ്പുള്ള ഒരാൾക്ക് അടിയങ്ങളെ തീർക്കണം കർത്താവ്. അവിടുത്തെ വചനങ്ങൾ വായിക്കുന്നതിൽ ഇപ്പോൾ ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതേ കർത്താവ്, അടിയങ്ങൾ അവിടുത്തെ തേജസ്സിൽ നിന്ന് കുറവുള്ളവരായിരിക്കുന്നതിനെ കുറിച്ച്, അവിടുത്തെ സ്വരൂപത്തിൽ നിന്ന് കുറവുള്ളവരായിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നൽകുകയും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു വലിയ ദാഹവും വിശപ്പും നൽകിയ അടിയങ്ങളെ, നിലവിളി നൽകിയ അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു തേങ്ങലോടെ എങ്ങനെ അനുഭവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. ഇന്ന് ഒന്നിച്ചായിരുന്ന എല്ലാ സഹോദരന്മാർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. എല്ലാ ഹൃദയങ്ങളെയും സ്പർശിക്കണം. ദൈവത്തിന്റെ വചനം ആഴത്തിൽ എല്ലാ ഹൃദയങ്ങളിലും വേരൂന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി അടിയങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോഷിക്കുന്നവരായിട്ട്, ജീവിതം കൊണ്ട് വിളിച്ചു പറയുന്നവരായിട്ട് അടിയങ്ങളെ രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ,